ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും ഞാൻ ഇൻട്രോയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗില് എല്ലാവരുടെയും സഹകരണം വളരെ വലുതായിരുന്നു. ഒത്തിരി പേര് എനിക്ക് സ്ട്രോങ് ആവാനായിട്ടുള്ള ചില കമന്റ്സുകളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. മുന്നോട്ടും എല്ലാവരുടെയും സഹകരണം ഇതുപോലെ ആവശ്യമാണ്. ഇന്ന് എനിക്ക് എന്റെ വ്ളോഗില് ചില കുട്ടി ഫാനുകളുണ്ട്. ചില അമ്മമാര് പറയും ഇവിടെ എന്റെ മോള് ബിജീസ് കിച്ചനെ ഇവിടെ അനുകരണമാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്റെ മക്കളോട്. ഇനി അങ്ങനെ നല്ല നല്ല വീഡിയോകൾ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാനത് എന്റെ വീഡിയോയിൽ ഇടാം. അന്നേരം അത് മറ്റുള്ളവർ കൂടെ കാണുമ്പോൾ അവർക്കൂടെ അതൊരു രസം തോന്നുമല്ലേ, ഇഷ്ടം തോന്നുമല്ലേ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ അയച്ചു തരാം. എന്റെ ഒരു കുട്ടി ഫാനുണ്ട്. അവളിങ്ങനെ കഴിഞ്ഞ രണ്ട് വീഡിയോക്ക് ചിലർ ചിന്തിക്കും ഹായ് എന്തിനാ പറയുന്നത്, അങ്ങനെ സമയം എന്തിനാ കളയുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതേ. ഞാൻ നിങ്ങളെ ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കാം. ഒരു ഹായ് കേട്ടതിന്റെ പേരില് ആ കുഞ്ഞിന്റെ, അത് 3.5 വയസ്സുള്ള ഒരു കുഞ്ഞാ, ആ കുഞ്ഞിന്റെ സന്തോഷം എങ്ങനെ അവള് പ്രകടിപ്പിച്ചെന്നുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതുപോലെ അവളുടെ അമ്മയും പറഞ്ഞ ഒരു കമന്റ് ഞാൻ വോയിസ് റെക്കോർഡ് നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ കേൾക്കണം. നിസ്സാരമായ നമ്മളുടെ ഒരു ഹായ് എത്രമാത്രം കുഞ്ഞുങ്ങൾക്കാണേലും വലിയവർക്കാണേലും അത് ഒത്തിരി സന്തോഷം കൊടുക്കും. നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷം എന്റെ വലിയ സന്തോഷമാണ് കേട്ടോ. ഇന്ന് എന്നോട് ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഹായ് പറയുകയാണ്. അതായത് ദീപു ഷിബു, ശ്രുതി KS, ഐശ്വര്യ ചിങ്കു. ഐശ്വര്യയുടെ അമ്മ എനിക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എന്റെ വലിയൊരു ഹായ്. കാരണം ഈ അമ്മമാരൊക്കെ കാണുമെന്ന് പറയുമ്പോൾ ഞാനൊരു നിസാരം, ഈ അമ്മമാരൊക്കെ കാണുന്നെന്ന് പറയുമ്പം എന്തോ എനിക്കത് പറയാൻ തന്നെ ഒരു വാക്കുകളില്ല. അത്രയ്ക്ക് എനിക്ക് പറയാൻ ഒക്കുന്നില്ല. ചിലരെനിക്ക് കമന്റിൽ കൂടെ എനിക്ക് ഒത്തിരി ചില എന്നെയൊക്കെ പ്രായമുള്ളവരൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വരും കേട്ടോ. ആർക്കും എന്ത് വേണേലും പറഞ്ഞാലും ഞാൻ ഒന്നും അല്ല, ഞാൻ വലിയൊരു കുക്ക് ഒന്നുമല്ല. അതുപോലെ ഉഷാദേവി, ഈ ഉഷാദേവി ഭാസ്കരൻ എന്നെ എന്ന് തൊട്ട് സബ്സ്ക്രൈബ് ചെയ്തോ എന്റെ ചാനലിൽ അന്ന് തൊട്ട് ഒരു വീഡിയോയ്ക്കും മുടങ്ങാതെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. അതും എഴുതുന്നത് കുറെ എസ്സേ പോലെ എഴുതും. ഞാൻ തന്നെ ചിന്തിക്കും, ദൈവമേ ഇവർക്കൊക്കെ എല്ലാവർക്കും സമയം വലുതാ, നമുക്കൊന്നും സമയം കിട്ടാറില്ല. അതെല്ലാം അവഗണിച്ച് ഈ വീഡിയോ കാണാനും അതിന് കമന്റ് ഇടാനും ഉള്ള മനസ്സ്, അത് കാണുമ്പോഴാ എനിക്ക് സന്തോഷം. കാരണം എനിക്ക് വേണ്ടി ഈ ചാനലിന് വേണ്ടി സമയം അത്രത്തോളം നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. ആ ഉഷാദേവിയുടെ മകൾ അപർണ +2 പഠിക്കുക. മോക്ക് പരീക്ഷയാ, പ്രേ ചെയ്യണേന്ന് പറഞ്ഞു. മോക്ക് ഞാൻ പ്രാർത്ഥിക്കും, മോളും പ്രാർത്ഥിക്കണം. എക്സാം എഴുതാൻ പോകുമ്പോൾ മോള് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. കാരണം നമ്മൾ പഠിക്കും, കുഞ്ഞുങ്ങളെല്ലാം പഠിക്കും. പക്ഷെ ആ പരീക്ഷാ സമയത്ത് അവർക്ക് ഓർമ്മ വെച്ച് എഴുതണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത്, പരീക്ഷാ സമയത്ത് എനിക്ക് ഓർമ്മ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോള് പോണം. നന്നായിട്ട് എഴുതട്ടെ ചേച്ചി, പ്രാർത്ഥിക്കാം. പിന്നെ ഈ നയന ബോംബെയിൽ വാശിയിലാ താമസിക്കുന്നത്. എനിക്ക് ബോംബെയിലുള്ള 3-4 വ്യൂവേഴ്സ് ഉണ്ട്, അല്ലാതെയും കാണും വ്യൂവേഴ്സ്. പക്ഷെ ഇത്ര കറക്റ്റായിട്ട് എന്നോട് ഞാൻ മുംബൈയിൽ ഇവിടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ 3-4 പേരേ ഉള്ളു. ഈ നയനയ്ക്കും എന്നെ കാണണമെന്ന് ഒരു വലിയ ആഗ്രഹമായിട്ട് ഇരിക്കുക. പിന്നെ സമയം കിട്ടുന്നില്ല, പിള്ളേരുടെ സ്കൂള് ഇങ്ങനെ പല കാര്യങ്ങളല്ലേ. സമയം കിട്ടുമ്പോൾ നമുക്ക് ഒരു ദിവസം കാണാം. നയനയുടെ ഹസ്ബൻഡ് അനീഷ്, മക്കളായ അദ്വൈത്, നല്ല പേരല്ലേ, അദ്വൈതിനും നിയയ്ക്കും, പിന്നെ ബീന വർഗീസിന്റെ മകനായ ടിനോ, പിന്നെ സഫ്ന ബഷീർ. ഈ സഫ്ന ബഷീറിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹായ് പറഞ്ഞതാ. സഫ്ന ഇപ്പൊ എനിക്ക് കമന്റ് ഇട്ട് ചേച്ചി എനിക്ക് ഹായ് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് സഫിയ ബഷീർ എന്നാ. അതുകൊണ്ടാ സഫ്നയ്ക്ക് മനസ്സിലാകാഞ്ഞത്. സഫ്ന ബഷീർ. ഇത്രയും പേർക്ക് ഒരു വലിയ ഹായ്. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോകാം. രാവിലെ ഹോൾമോനെ വിട്ടു. 6 മണി ഇപ്പം കഴിഞ്ഞു. പ്രീസമ്മോന് ഞാൻ ഇച്ചിരി ബോൺവിറ്റ കലക്കി കൊണ്ടുവന്നയാ കൊടുക്കാൻ. അവന്റെ ഈ ഉറക്കം കണ്ടിട്ട് എനിക്ക് ഉണക്കാൻ തോന്നുന്നില്ല. സൗണ്ട് കേട്ട് പ്രീസമ്മോൻ കുടിക്കാനുള്ള അവന് ഓട്ടോമാറ്റിക്കലി എണ്ണിക്കേണ്ടിയതാ. നല്ല ഡീപ്പ് ഉറക്കത്തിൽ കിടക്കും അവൻ. പുതപ്പൊക്കെ
കാലിന്റെ കീഴിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനും ഉണർന്ന് വന്ന് നോർമലായിട്ട് കുടിക്കാൻ പറഞ്ഞാൽ അവൻ കുടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കത്തിൽ അങ്ങ് കൊടുക്കുന്നത്. അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനായിരിക്കും ചിലപ്പോൾ പോകുന്നു. ചില ദിവസം ചുരുക്കം ചില ദിവസം അവൻ കഴിക്കും, അതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയും ഈ രാവിലെ ഈ ഒരു ഗ്ലാസ് പാലം കുടിച്ചാൽ അത്രയാവുമെന്ന് പറഞ്ഞാൽ എങ്ങനെയും കൊടുക്കുന്നതാണ്. ഇപ്പം കുടിച്ചിട്ട് ഞാൻ പുറപ്പിച്ച് കിടത്തിയേക്കുക. ഇന്ന് വൈകിട്ട് ഇവിടെ ഞങ്ങളെയും കൂടെ കൂട്ടി ഒരു 10-15 പേർക്ക് ഇവിടെ പൊറോട്ടയും ചിക്കൻ കറിയും കൊടുക്കാമെന്നാ. പൊറോട്ട ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇതിന് ചിക്കൻ കറി ഞാൻ വീട്ടിലുണ്ടാക്കുക. അതിനൊരു 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ഒരു ചെറിയ ഇച്ചിരി പീസായിട്ട് നമുക്ക് എടുക്കണം, വലിയ പീസാവണ്ട. അതിപ്പം ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ളതൊക്കെ ഞാൻ അതനുസരിച്ച് ഉണ്ടാക്കുന്നുള്ളൂ, വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കുടം വെളുത്തുള്ളിയും ഒരു വലിയ 2 കഷ്ണം, ഒരു 50 ഗ്രാം ഇഞ്ചിയോളം വരും, ഇഞ്ചിയും ഒരു 4-5 പച്ചമുളക് കൂടെ ഞാൻ ചതച്ചൊന്ന് ഇച്ചിരി ഒന്ന് അരച്ചെടുത്തേക്കുക. അതിനായിട്ട് പിന്നെ 2 കിലോ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ അതൊരു വേറൊരു പാത്രത്തിലോട്ട് എടുത്തിടുവാണേ. എനിക്ക് ഇപ്പൊ 6-7 പേരെ ഉള്ളതിൽ അവർക്ക് നിസ്സാരം ഒരു 1.5 കിലോയും കൊണ്ട് കൊടുക്കാം. പക്ഷെ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് വേണം. നമുക്ക് ഇത്തിരി കൂടിയാലും കുറയാൻ പാടില്ല, ആർക്കും തികയാതിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഇതാ എന്റെ ആറ്റിറ്റ്യൂഡ്. എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ, അവർക്ക് തികയുമോ എന്നുള്ളത്. ഇതിലോട്ട് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഞാൻ ഇതിലിപ്പോ ഇച്ചിരി 1.5 ഇട്ടിട്ടുണ്ട്. എരിവ് ഇത്തിരി കുറച്ചാ ചേർക്കുന്നത്, കാരണം ഇച്ചിരി എരിവ് കൂട്ടാത്ത ആൾക്കാരുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതിപ്പോ ഞാൻ 1.5 മുറി നാരങ്ങ എടുത്ത് നീര് ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇതെല്ലാം ഞാനൊന്ന് നന്നായി, ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാൻ നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്മി വെക്കട്ടെ. ഇതിപ്പോ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് മസാല ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്ന നേരം വരെ അത് അവിടെ ഇരിക്കട്ടെ. ഇതേ വലിപ്പത്തിലുള്ള ഒരു 7 ടൊമാറ്റോയുടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങ് ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിപ്പം അത് മുങ്ങി കിടക്കാനായിട്ടൊന്നും വേണ്ടേ. അതും ചിക്കൻ ഒത്തിരി അങ്ങ് ഫ്രൈയും ചെയ്യണ്ട, കുറച്ച് നമുക്കൊന്ന് മുക്കാലോളം ഒന്ന് ആയാ മതി. ഇതിപ്പോ ഞാൻ എല്ലാം പറക്കിയിട്ടിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇനി ഇതൊന്ന് ഞാൻ ഇളക്കുക. ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയായിരുന്നു. ഇനി ഞാൻ ഇതൊന്ന് കോരി എടുക്കുക. ഞാൻ ഇനി എല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. ഇത് ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാലും കുഴപ്പമില്ല, 1 മിനിറ്റ്. അന്നേരം ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് അതൊന്ന് വെന്ത് വരും. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മൾ കറി വെക്കുമ്പോ ഒന്ന് പൊടിഞ്ഞൊന്നും പോകും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകത്തില്ല. അഥവാ ബൈ ചാൻസ് ഒത്തിരി അങ്ങനെ ഇട്ട് ഇളക്കുമ്പോ പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ.
ഉറപ്പും നല്ലതുപോലെ കിട്ടും. ഞാനിപ്പോ ചിക്കൻ എല്ലാം വറുത്തെടുത്തു. അതേ എണ്ണയിൽ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വെള്ളമുള്ള സവാളയാ, വഴറ്റുമ്പോ കുറച്ച് കുറയും. ഇങ്ങനെ എണ്ണ ഒരു 250 ml എണ്ണയൊക്കെ ആയി കാണും. ഞാൻ ആ ഒഴിച്ചതല്ല, പിന്നെ വേറെ എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല ചിക്കൻ വറക്കാൻ കേട്ടോ. കുറച്ച് ഉപ്പിട്ടൊന്ന് വഴറ്റാം. ഇതിലോട്ട് നമ്മൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്തേക്കാം. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയിടാം. ഈ ടൊമാറ്റോ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി നേരം അത് അടച്ചു വെച്ചാലും കുഴപ്പമില്ലാതെ. ഇപ്പൊ എല്ലാം നന്നായി വഴഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ഇത്തിരി തിക്കായിട്ട് വേണമെങ്കിൽ ഇത് കുറച്ചെടുത്ത് മാറ്റി തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് ചേർക്കാമേ. ഇതിലോട്ട് ഇനി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ അല്ലേ മുമ്പേ ചേർത്തേ, 1 ടേബിൾ സ്പൂൺ കൂടെ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കൂടെ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ പച്ചമണമൊക്കെ നന്നായി മാറി. ഇനി ഇതിന്റെ അകത്ത് എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു വലിയ പാത്രത്തിലോട്ട് ഇത് മാറ്റുക. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ചിക്കൻ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക വേണ്ടിയത്. ഞാനിപ്പോ ഇതിന് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേ. പച്ചവെള്ളം ഒഴിക്കണം, കാരണം നമ്മൾ ചിക്കനും വറുത്തതാ. ആ വറുത്തതിനകത്തോട്ട് പിന്നെ പച്ചവെള്ളം കൂടി ഒഴിക്കുമ്പം ടേസ്റ്റ് അത്ര ഇത് വരത്തില്ല. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം നമുക്ക്. ഇതിപ്പോ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ചേർക്കുക. നമ്മൾ 2 പ്രാവശ്യം ഉപ്പിട്ട്, ഞാൻ നോക്കിയിട്ട് ഇത്തിരി ഉപ്പ് കുറവായിട്ടുണ്ട്. അതുപോലെ എരിയും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല ഇതിൽ ഇച്ചിരി ഞാൻ എരിവ് കുറവാ ചേർക്കുന്നത്. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വറുത്ത് ഇട്ട് എരിവ് ചേർക്കാമേ. ഇനി ഇതിലോട്ട് ഞാനൊരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇടാം. കാരണം ഇത് ഓൾറെഡി 3/4 വെന്ത് കഴിഞ്ഞ ചിക്കനാ. ഇനി ആ മസാലയ്ക്ക് ഒന്ന് നന്നായി അതിലൊന്ന് പിടിച്ചാൽ മതി. ഇതിപ്പോ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ ബിഗേഴ്സ് കുട്ടികളുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഇപ്പൊ നമ്മൾ എല്ലോട് കൂടിയ ചിക്കനാ ഉണ്ടാക്കുന്നെങ്കിൽ ആ എല്ലിന്റെ അകത്തുനിന്ന് ചിക്കൻ നമ്മൾ കൈയും കൊണ്ട് എടുക്കുമ്പോ അത് വിട്ടു വരണം. അത് അന്നേരം അത് വെന്തെന്നറിയുന്നത്. അതുപോലെ ഞാൻ ഇതിന്റെ അകത്ത് വീണ്ടും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു. ഇനി ഞാൻ വൈകിട്ട് ഇത് എടുക്കാൻ നേരം ഞാൻ ഇച്ചിരി കടുക് കൂടെ വറക്കും. ഇനി ഞാനിപ്പോ തീ ഓഫ് ആക്കാൻ പോകും. പൊറോട്ട ആകുമ്പോ ഇച്ചിരി ചാറ് വേണമല്ലോ. വൈകിട്ട് ഞാനിപ്പോ ഇതിനകത്ത് കടുകൊക്കെ വറുത്ത് ചേർത്തു. ഇതിപ്പോ 15-20 പേർക്കോളം ഉള്ള കറിയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 മണിക്കൂർ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനായിട്ട് നന്നായി മസാലയൊക്കെ പിടിക്കും. അതുപോലെ ഉള്ളി ഞാൻ അത്രയും ചേർത്തതിൽ യാതൊരുവിധമായ മധുരമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ പ്രൈസമ്മോനും പോളിന്റെ മോന്റെ കൂടെ സ്റ്റൂളിന്റെ മേളിൽ കയറാൻ വേണ്ടി കരയുന്നത്. പോൾമോൻ തന്നെ പേടിച്ച് നിൽക്കുക. അതിൻ്റെ കൂടെ ഇനി അവനൂടെ കയറണം. അങ്ങനെ കൈ മുറി. ഇതിപ്പോ എനിക്ക് മണ്ടേ കയറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് പോൾമോനെയും കൊണ്ട് ചെയ്യിപ്പിക്കുക. മൂക്കിലൊന്നും പൊടി വീഴാതിരിക്കാൻ ഞാൻ ഇച്ചിരി തുണിയും കൂടെ ഒരു മാസ്കാ അവന്റെ മൂക്കിൽ കെട്ടിയേക്കുന്നത്. അവൻ പേടിച്ചാ നിൽക്കുന്നത്. ആദ്യമായിട്ട് അവനെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് അങ്ങോട്ട് മേളിൽ ഇപ്പൊ കേറാൻ പ്രയാസമോ. മതി മോനെ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ബിജീസ് കിച്ചന്റെ കുട്ടി ഫാനിന്റെ ഒരു വോയിസ് റെക്കോർഡാ. അതെന്നെ സന്തോഷിപ്പിച്ച് എന്നെ കരയിപ്പിച്ച ഒരു വോയിസ് റെക്കോർഡാ.
Auntie, thank you, Auntie. Auntie Chakra Polachachinu Umma Parisasinu Praisachachinu Umma. ചേച്ചിയെ വ്ളോഗ് ഞാൻ കണ്ടു. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് പ്രയറിനൊക്കെ പോകണമായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇന്നിപ്പോഴാണ് കണ്ടത്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പം സാറ്റർഡേ ഉച്ചയ്ക്ക് ഇവിടെ എൻ്റെ പേര് എവിടെ അമ്മയെ പോളച്ചാച്ചൻ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ബിജീസ് കിച്ചൺ എടുപ്പിച്ച് ഞാൻ പറഞ്ഞു ഏത് വ്ളോഗാ അമ്മ അങ്ങ് മറന്നുപോയല്ലോ. അവൾ ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് ആ വ്ളോഗ് ഇതാ ഈ വ്ളോഗിൽ എൻ്റെ പേര് പറയുന്നത്. പിന്നെ ഈ സാറ്റർഡേ വരെ ഇരുന്നത് കണ്ട്. ഇനിയിപ്പോൾ ഇതിനി സ്കൂളിൽ പോയേക്കോ, വന്നിട്ട് ഇനി ഇതും കൂടെ കാണിക്കണം. ഇങ്ങനെ റിപ്പീറ്റായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചേച്ചിയുടെ ഇത് കാണും. അവൾക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കും ഇത് ബിജീസ് കിച്ചൺ ആണോ എന്ന്. അങ്ങനെ കേട്ട് പിന്നെ ഞാൻ എപ്പോഴും ഈ ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഇവക്കിപ്പോൾ ഒരു പുതിയൊരു ടോയ് വാങ്ങിച്ചു കൊടുത്തു, ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് പോലത്തെ. അപ്പം അതിനിങ്ങനെ ഈ ഷെൽഫും ഓരോ ബോട്ടിലുകള് പിന്നെ പല ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, ഐസ്ക്രീം. ഇതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അവള് തന്നെ പറയുന്നത് വെൽക്കം ടു ബിജീസ് കിച്ചൺ, ദിസ് ഇസ് ബിജീസ് കിച്ചൺ എന്നിങ്ങനെ പറഞ്ഞ് അവള് ചേച്ചി പറയുന്ന പോലെ 3.5 വയസ്സേ ഉള്ളൂ. പക്ഷെ അവിടെ ആ പേര് പറഞ്ഞ മൂലം അവളിപ്പോ അങ്ങ് ഒത്തിരി അങ്ങ് എൻ്റെ കൂടെ ഇരുന്ന് വ്ളോഗും കാണും. ഇന്നലെ ഈ വ്ളോഗ് ഇന്നിപ്പോ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്ത വ്ളോഗ് ഞാൻ ഒരു ആദ്യത്തെ 5 മിനിറ്റ് കണ്ടുള്ളൂ. പിന്നെ അങ്ങ് പ്രയറിനൊക്കെ പോയോണ്ട് അപ്പൊ ആ 5 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്ന് പുതിയ കണ്ടു. അപ്പൊ ഈ ഇടയ്ക്കാണ് ഇപ്പൊ ഈ വന്നത്. ഇനിയിപ്പം വന്നിട്ട് ഇനിയിപ്പോ ഈ വ്ളോഗ് കൂടെ റീപ്ലൈ ചെയ്തു. ഒത്തിരി താങ്ക്സ് ചേച്ചി പേര് പറഞ്ഞതിന്. ഞാനിപ്പോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വ്ളോഗ് കാണിച്ചു, പുതിയ വ്ളോഗ്. ഇതാ ചാട്ടം നിന്നിട്ടില്ല. എന്നോട് പറയുന്നത് ഈ വീഡിയോ എല്ലാം കൂടെ അമ്മച്ചിക്ക് നാട്ടിലൊന്ന് അയച്ചു കൊടുത്തേ, അപ്പച്ചനും അമ്മച്ചിയോടും പറയും എൻ്റെ പേര് യൂട്യൂബിൽ വന്നു, ബിജി ആന്റി പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. ഇപ്പൊ ചാട്ടം തന്നെ ചാട്ടം. ഇതൊക്കെ ചേച്ചി പറഞ്ഞാല് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് വലിയ സന്തോഷങ്ങൾ. ഓരോരുത്തർക്ക് ഷാറൂഖ് ഖാന്റെ പോയി ഹായ് അതൊക്കെ പറയത്തില്ലയോ സിനിമാക്കാരുടെ. ഞങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ബിജീസ് കിച്ചന്റെ ഹായ് തന്നെ ഭയങ്കര സന്തോഷം ചേച്ചി, വേറെ ആരുടെയും വേണ്ട. ഇപ്പം വൈകിട്ട് എല്ലാവരും പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുക. കുറച്ച് പേര് കഴിച്ചു, കുറച്ച് പേര് കഴിക്കുന്നു. ഇതിപ്പോൾ അവസാനം ഞാൻ എടുത്തത് ആദ്യം എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ എല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവർക്കും കറി ഒത്തിരി ഇഷ്ടമായി. അവർ നന്നായെന്ന് പറഞ്ഞത് കേൾക്കുമ്പം എൻ്റെ വയറ് പൊറോട്ടയൊക്കെ തിന്ന ഒരു പ്രതീതിയായി, അത്രയ്ക്ക് സന്തോഷമായി. ഞാൻ ആരെയും ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരുന്നില്ല. ചിലർക്കൊന്നും അത് താല്പര്യം കാണത്തില്ലല്ലോ, ചിലരുടെ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നെന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ലേഡീസൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് ആരെയും കൂടുതൽ എടുത്തില്ല. ഞാൻ ചോദിച്ചില്ല അവരോട് ഇട്ടോട്ടെ എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ പ്രൈസമ്മോനും പൊറോട്ട നന്നായി ഇഷ്ടപ്പെട്ട് മക്കളും ഇരുന്ന് കഴിക്കുക. ഈ പൊറോട്ടയും വളരെ നല്ല പൊറോട്ടയായിരുന്നു. ചില പൊറോട്ടകൾ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഭയങ്കരമായിട്ട് ഹാർഡാവും. ഇതങ്ങനെയില്ല, നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു. ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച. ഈ വ്ളോഗ് ഇന്ന് ഞാനിവിടെ നിർത്തുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതുപോലൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു.